ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ അൽ ഹദീസു ളഈഫു. ളഈഫായ ഹദീസ് ഹുവ അത് അല്ലദി യാതൊന്നാണ് ഫുഖിദ ഫീഹി ശറാഇത്തുൽ മുഅ്തബറത്തു ഫി സിഹ്ഹത്തി വൽ ഹുസ്നി. അവിടെ ഹസനി എന്ന് വായിക്കരുത് കേട്ടോ, ഹുസ്നി എന്ന് വായിക്കണം. സഹീഹാവുന്നതിലും ഹസനാകുന്നതിലും പരിഗണിക്കപ്പെടുന്ന ഷർത്തുകൾ ഇല്ലാതാക്കപ്പെട്ടതാണ് ലൈഫായ ഹദീസ്. അങ്ങനെയുള്ള ലൈഫായ ഹദീസ് കുല്ലന്നൗ ബാദൻ, പൂർണ്ണമായോ ഭാഗികമായോ, മാത്രമല്ല യുദമ്മുറാവീഹി ബിശുദൂദിനോ നക്കാരത്തിനോ ഇല്ലത്തിൻ, അതിൻ്റെ റിപ്പോർട്ടർക്ക് ഷാദാണ്, അല്ലേ നക്കാറത്ത്, അല്ലേ ഇല്ലത്തിൻ്റെ ആള് എന്ന ആക്ഷേപം പറയപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ഹദീസിനാണ് എന്ത് പറയുക? ലഈഫായ ഹദീസ് എന്ന് പറയാ. ആ വബി ഹാദൽ ഇഅ്തിബാരി യതഅദ്ദദു അഖ്സാമുൽ ലഈഫി. ഈ പരിഗണന വെക്കുമ്പോൾ ലഈഫ് പല കിസ്മുണ്ടാവും. എല്ലാ ലഈഫ് ഒരു മാതിരിയല്ല. ലഈഫാണ്, പക്ഷേ ലഈഫിൻ്റെ കൂടെ തന്നെ പല ഗ്രേഡ് ഉണ്ടാവും. വയക്കുസുറു, അത് പെരുക്കും, ഇഫ്രാദൻ വ തർക്കീബൻ, ഇഫ്രാദ് നൽകും, തർക്കീബൻ നൽകും, എന്ത് ചെയ്യും? കസീറായി വരും. വ മറാത്തിബു സ്വഹീഹി വൽ ഹസനി. അവിടെ ഹസനി എന്ന് വായിക്കേണ്ടത് കേട്ടോ. സ്വഹീഹാൻ്റെയും ഹദീദിൻ്റെയും മർത്തബകളും കസീറാകും. അവൻ തന്നെ ദാത്തിഹിമ വ ഗൈരിഹിമ. സഹീലി ദാത്തി, ഹസൻലി ദാത്തി, സഹീലി ഗൈരി, ഹസൻലി ഗൈരി ഒക്കെ അല്ലേ? അതും ഒക്കെ എന്താവും? അതിൻ്റെ മർത്തബിയൊക്കെ കസീറാവും. ബിതഫാവുത്തിൽ മറാത്തിബി വദ്ദറജാത്തി ഫി കമാലി സിഫാത്ത്. സിഫത്തുകളുടെ കമാലിൻ്റെ വിഷയത്തിലുള്ള ദർജകളും മർത്തബകളും ഏറ്റവും വ്യത്യാസമാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേഡ് മാറ്റം വരും. സഹീഹിൻ്റെയും ഹസനിൻ്റെയൊക്കെ മർത്തബകളും മാറ്റം വരും. എങ്ങനെയുള്ള സിഫത്തുകളിൽ? മുഅ്തബറത്തിൽ മൗഹൂദത്തി ഫി മഫ്ഹൂമിഹിമ, അവ രണ്ടിനെയും നിർവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നതായ മുഅ്തബറത്തായ സിഫത്തുകളുടെ കമാല്. രണ്ടാളും ആദിലാകാം, പക്ഷേ അയാൾ അദാലത്ത് കുറച്ച് ഉഷാറാണ്, ഇയാളോ ആദിലാണ് പക്ഷേ അദാലത്ത് കുറച്ച് കുറവാണ്. മറ്റേയാളോ അയാൾ ഭയങ്കര ആദില, അങ്ങനെ ഉണ്ടാവില്ലേ? അപ്പോൾ അതിങ്ങനെ മാറി 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 അനുസരിച്ച് ഇതും കൂടും. ഹദീസിൻ്റെ കൂവത്ത് ഇങ്ങനെ ഏപ്പെട്ടെങ്കിപ്പെട്ടാവും നിൽക്കും. പിന്നെ ഏതോടുകൂടെ മൗജൂദിൽ ഇസ്തിറാക്കി ഫി സിഹത്തി ഫി അസ്ലി സിഹത്തി ബിൽ ഹുസ്നി, സ്വഹീഹാവുക ഹസനാവുക എന്നതിൻ്റെ അസിലിൽ മുസ്തറക്കാന്നതോടുകൂടെ നമ്മൾ ഹദീസ് സ്വഹീയാക്കാൻ നിബന്ധന വെച്ചല്ലോ. ആ നിബന്ധന ഒത്തുന്നില്ലക്ക് ഹദീസിന് സ്വഹീഹ് ഈ തലക്കത്തേനും പറയും ആ തലക്കത്തേനും പറയും, പക്ഷേ ഗ്രേഡിയല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ ഷർത്തൊത്ത് എന്ന നിലക്ക് ഇതിന് ഹസൻ എന്ന് പറയും, അതിനും ഹസൻ എന്ന് പറയും, പക്ഷേ ഹസൻ എല്ലാവരും ഒരേ മർത്തബിലല്ല. ഒക്കെ ഹസന് എന്ന പേരിലും സഹീഹ് എന്ന പേരിലും അസിലിൽ കൂറുണ്ട്, അതോടുകൂടെ തന്നെ മർത്തബ മാറ്റമുണ്ട്. പിന്നെ പിന്നെ വായിച്ചോളി. വൽ കൗമു, നമ്മുടെ മുഹദ്ദിസീങ്ങളായ കൗമ്, ലബത്തു, അവർ തിട്ടപ്പെടുത്തി, മറാത്തിബ സിഹത്തി, സിഹത്തിൻ്റെ മർത്തബകളെ അവർ തിട്ടപ്പെടുത്തി, വ അയ്യനൂഹ, അതിനെ അവർ നിർണിതമാക്കുകയും ചെയ്തു, വ ദക്കറു അംസിലത്തഹ മിനൽ അസാനീദി, സനദുകളിൽ നിന്നുള്ള ചില എക്സാമ്പിളുകളെ അവർ പറയുകയും ചെയ്തു. വഖാലു, അവർ പറഞ്ഞു, ഇസ്മുൽ അദാലത്തി വല്ലബ്തി യസ്മഉ റിജാലഹ കുല്ലഹ, ലബത്തുള്ളവരാവുക അദാലത്തുള്ളവരാവുക എന്ന ആ ഇസ്മ എല്ലാ റിപ്പോർട്ടറെയും ഷാമിലാക്കും. വലാക്കിൻ ബഅ്ദുഹാ ഫൗക ബഅ്ദ്, പക്ഷേ ചിലരുടെ മുകളിലാണ്. ഇപ്പോൾ തന്നെ പറയാം, അയാൾ മൂല്യാരല്ലേ? മൂല്യാരാണ്, അയാൾ മൂല്യാരാണ്, പക്ഷേ രണ്ടുപേരെ മാതിരിയാകുമോ ഇൽമിൽ? മനസ്സിലേ? എന്നെ മാതിരി അയാളെ സാദിഖല്ലേ? അയാൾ സാദിഖാണ്, അയാളും സാദിഖ് തന്നെയാണ്. രണ്ടാളെ സിദ്ദീഖ് ഒരു മാതിരിയാകുമോ? ഉമർ റളിയല്ലാഹു അൻഹും സാദിഖാണ്, സിദ്ദീഖ് തന്നെ സാദിഖാണ്, പക്ഷേ സിദ്ദീഖ് എന്നവർ സിദ്ദീഖ് എന്ന പദവിയിലെത്തി സാദിഖാണ്. വ്യത്യാസമല്ലേ? മാറ്റം. ആ വമ്മാ ഇത്ലാഖു അസഹിൽ അസാനീദി, സനദിൽ ഏറ്റവും സഹീഹ് എന്ന് മുത്തലക്കം നൽകി പറയൽ. ആ അല സനദിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേക സനദിൻ്റെ മേൽ ഇതാണ് അസഹുൽ അസാനീദ് എന്ന് പറയൽ, അലൽ ഇത്ലാഖി, നിരുപാധികം പറയൽ, ഫഫീഹി ഇഖ്തിലാഫുൻ, അത് ഇഖ്തിലാഫുണ്ട്. നിരുപാധികം ലോകത്ത് ഏറ്റവും നല്ല സനദ് ഇതാണ് എന്നൊരു സനദിനെ പറ്റി പറയാന്നുള്ളത് ഈ പറ്റുമോ? ഖിലാഫുണ്ട്. വഖാല ബഅ്ദുഹും, ചിലർ പറഞ്ഞു അസഹുൽ അസാനീദി സൈനുൽ ആബിദീൻ അൻ നബിഹി അൻ ജദ്ദിഹി ആണ്. ചിലർ ഏറ്റവും നല്ല സനദ്
സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഉപ്പാനത്തൊട്ടും മൂപ്പരുപ്പാനത്തൊട്ടും പോകുന്ന പരമ്പരയാണ് ഏറ്റവും ബെസ്റ്റ് പരമ്പര എന്ന് ചിലവര്. വക്കീല വേറെ ചില അഭിപ്രായം എങ്ങനെയാണ്, മാലിക്കുൻ അൻ നാഫിൻ അൻ ഇബ്നു ഉമർ എന്നാ ചിലർ പറഞ്ഞത്. ഇബ്നു ഉമറിനേക്ക് 4 കേട്ടു, നാഫി കേട്ടു, മാലിക്കാണ് ഇങ്ങനെ കേട്ടു. ചിലവരെന്ത് പറയുന്നത് വായിച്ച്, വക്കീല അസ്സുഹ്രിയു അൻ സാലിമൻ അൻ ഇബ്നി ഉമറ ഇങ്ങനെ പറഞ്ഞു ചിലവര്. പിന്നെ 3 അഭിപ്രായം പറഞ്ഞില്ലേ, ഈ വരട്ടെ. ആ വൽ ഹഖു എന്ന സത്യം ഞാൻ പറഞ്ഞുതരാം. അന്നൽ ഹുക്മ അല ഇസ്നാദി മഖ്സൂസിൻ ബിൽ അസഹിയത്തി, ഒരു പ്രത്യേക പരമ്പരൻ്റെ മേലിൽ ഇതാണ് അസഹ് എന്ന് ആ പറയൽ, അലൽ ഇത്ലാഖി നിരുപാധികം പറയൽ, ഒയറു ജായിസിൻ അതെന്തല്ല, ജായിസല്ല. പിന്നെ ഇല്ല അന്ന ഫി സിഹത്തി മറാത്തിബ ഉല്യ, സിഹത്തിൽ ഉന്നതമായ പദവികളുണ്ട്. വൈദ്യത്തും മിനൽ അസാനീദി യദ്ഖുലു ഫീഹാ, പല സനദുകളും അതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്ത് പറയണ്ട, നിരുപാധികം പിന്നാലിൻ്റെ സനദാ നല്ലത് അങ്ങനെ പറയാൻ പോവണ്ട എന്നുള്ളതാണ് ഹഖ്. പിന്നെ വലോ കൊയ്യിത അവന് ഇത്ലാഖിൻ്റെ വിപരീതം, അതായത് നിരുപാധികം പറയരുത്, നിരുപാധികം ഇടക്കിടങ്ങനെ പറയണ്ടല്ലോ, അതിന് വിപരീതം പറയാൻ പോകേണ്ടത്. വലോ കൊയ്യിത ബി കൈദിൻ, ഒരു നിബന്ധന ആക്കപ്പെട്ടാൽ എങ്ങനെ ബിയോക്കാൻ അസഹു അസാനീദിൽ വലതിൽ ഫുലാനി, ഇന്നാൻ്റെ നാട്ടിലെ നല്ല പരമ്പര എന്നോ, ഔഫിൽ ബാബിൽ ഫുലാനി ഫറായിലിൻ്റെ ബാബിലെ ഏറ്റവും നല്ല പരമ്പര എന്നോ, ഔഫിൽ മസ്അലത്തിൽ ഫുലാനി ഇന്നാൻ്റെ മസ്അലയിൽ ഉന്നത സനദ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യസിഹു, അപ്പം എന്താവും, സഹിയാവും. അല്ല നിരുപാധികം പറയുമ്പോഴേ ഇപ്പം എന്തുള്ളൂ, നമ്മൾ ഈ വിഷയം വരുന്നുള്ളൂ, പറ്റൂല എന്ന് കണ്ടുള്ളൂ. അല്ലാതെ ഇന്നാലിൻ്റെ നാട്ടിൽ ആകെ 3 സനദുള്ളൂ, അതിൽ ഉന്നതമായ സനദ് ഇന്നാലിനാണ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അല്ല ഇന്നാലിൻ്റെ മസ്തലിൽ നമുക്ക് ആകെ 7 പരമ്പര കിട്ടിയിട്ടു, അതിൽ ഉന്നതമായ സനദ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ല. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ മിൻ ആദത്തി തുർമുദി, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിൻ്റെ പതിവിൽപ്പെട്ടതാണ് അയ്യഖൂല ഫി ജാമിഉഹി, തൻ്റെ ജാമിഉ തുർമുദിയിൽ പറയൽ. എന്താ മൂപ്പര് പറയൽ, ഹദീദുൻ ഹസനുൻ സ്വഹീഹുൻ, ഹദീദുൻ ഗരീബുൻ ഹസനുൻ, ഹദീദുൻ ഹസനുൻ ഗരീബുൻ സ്വഹീഹുൻ. ഇങ്ങനെയൊക്കെ മൂപ്പര് ചിലപ്പം പറയും. നമ്മൾ കണ്ടാണത് അങ്ങനെ മൂപ്പര് പറഞ്ഞാൽ ഹദീസ് പറഞ്ഞാണ്ട് ലാ ശുബ്ഹത, ഇവിടെ ഇപ്പോൾ കൺഫ്യൂഷനും പ്രശ്നമൊന്നുമില്ല. എവിടെ ഫി ജവാസ് ഇജ്തിമാഇൽ ഹുസ്നി വസിഹത്തി, ഹസനും സഹീഹും കൂടിയും സമ്മേളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം യകൂന ഹസനൻ ലി ദാത്തിഹി വ സഹീഹൻ ലി ഗൈരിഹി, ഹസനോട് ഉദ്ദേശിക്കുന്നത് ഹസനൻ ലി ദാത്തി എന്ന് വെച്ചാൽ മതി, സഹീഹുണ്ട് ഉദ്ദേശിക്കുന്നത് സഹീഹ് ലി ഗൈരി എന്ന് ഉദ്ദേശിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ചെറിയ പ്രശ്നമുണ്ട് അവിടെ. സഹീഹുല്ലി വക്കദാലിക്ക, ഇപ്രകാരം തന്നെ ശുബ്ഹ ഇല്ല ഫിജ്തിമാഇൽ ഖറാബത്തി വ സിഹ്ഹത്തി കമാ അസ്ലഫ്ന, നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ഗരീബും സഹീഹും ഒരുമിച്ചുകൂടെ നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഗരീബ് കാരണം അർത്ഥം പരമ്പരയിലൂടെ ആളൊന്നുള്ളൂ, അതോടുകൂടി എന്തായാലും ആദ്യം സ്വഹീഹുമല്ലോ അല്ലേ. ഹസനും ഏത് ഖറാബത്തും സ്വഹീഹും ഒരുമിച്ചുകൂടാന്ന്, ഗരീബുൻ സ്വഹീഹുൻ. ആ വമ്മജ്തിമാഉൽ ഖറാബത്തി വൽ ഹുസ്നി, അപ്പം ഗരീബും ഹസനും കൂടെ എങ്ങനെ ഒരുമിച്ചുകൂടുകയാണ്. ഹസനാവണം എന്ത് കാണാം, കസറത്തുർക്കും വേണം. ഹസനാണെങ്കിൽ എന്ത് വേണം, കസറത്തുർക്കും വേണം. ഖറാബത്ത് ആകുമ്പോൾ എന്നാണ് ആ ഒറ്റ റാവി റിപ്പോർട്ട് ചെയ്തതിന് അർത്ഥം. അപ്പം പ്രശ്നമായി അതഞ്ഞു വായിച്ച്. ആ ഫസ്തഷ്കിലൂനഹു, അതിനെ മുഹദ്ദിദീങ്ങൾ ഇഷ്കാലിലാക്കാറുണ്ട്. എന്താണ് ഇമാം തുർമുദി ഇങ്ങനെ ഹസനും ഗരീബും കൂടിയാണ് എന്ന് പറയാൻ പാടില്ലല്ലോ എന്ന്. അതിന് ഇഷ്കാൽ ആക്കിയത് ഇങ്ങനെയാണ്, ബി അന്ന തുർമുദിയ, ആ ഇമാം തുർമുദി ഏത്തബറ, അയാൾ പരിഗണിച്ച ആളാണല്ലോ, ഫിൽ ഹസനി, ഹസനിലേക്ക് താജുർക്കിനെ പല താജുതുർക്കുണ്ടാകുമ്പോഴാണ് ഹസനാകൽ എന്ന് പറയുന്ന ആളാണല്ലോ ഇമാം തുർമുദി. എന്നിരിക്കെ പിന്നെ ഉപരനൊപ്പം കൂടിയും പറയും ആ ഫൈഫയക്കൂന് ഗരീബൻ, പിന്നെ ഇങ്ങനെ ഗരീബാകുക. കാരണം ഗരീബ് എന്താ അർത്ഥം, ഒറ്റ റാവ് റിപ്പോർട്ട് ചെയ്താണ്. ഒറ്റ റാവ് റിപ്പോർട്ട് ചെയ്താവും ചെയ്യുക, കസ്തൂർക്കുണ്ടാവും ചെയ്യുക എന്നാണ്, ഒരുമിച്ച് കൂടൂലല്ലോ എന്നോട് ഇഷ്കാലാക്കി. പിന്നെ വൈജീബൂന, അതിന് പിന്നെ മറ്റു ചില മുഹദ്ദിദീങ്ങൾ മറുപടിയും പറഞ്ഞു, ബി അന്ന എത്തിബാറ തഅദ്ദുദി തുറുഖി ഫിൽ ഹസനി, ഹസനിൽ ഗസത്തുർക്കുണ്ടാകൽ എൻ്റെ എത്തിബാറ് ലൈസാരൽ ഇത്ലാഖി, അത് നിരുപാധികമല്ല, ബൽ ഫി കിസ്മിൻ മിൻഹു, ഹസനിൻ്റെ ഒരു കിസ്മിൽ മാത്രമാണ് എന്തുള്ളൂ ഗസത്തുർക്ക്. എല്ലാ ഹസനും അങ്ങനെയല്ല, ഹസൻ്റെ കൂട്ടത്തിൽ ഗസത്തുർക്ക് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും ഉണ്ട്. പിന്നെ
വഹൈസു ഹക്കമ ഇമാം തുർമുദി വിധിക്കുമ്പോൾ ബിജിത്തിമായിൽ ഹുസ്നി വിൽ ഖറാബത്തി ഹദീസിനെ പറ്റി ഹസനും ഒരീബുമാണെന്ന് വിധിക്കുമ്പോൾ ഒരുമിച്ച് കൂടി കൊണ്ട് വിധിക്കുമ്പോൾ ഒരതിനെ പറ്റി അത് ഹസനുമാണ് ഒരീബുമാണ് എന്ന് കൂട്ടി പറഞ്ഞു വിധിക്കുമ്പോൾ അൽ മുറാദു കിസ്മുന്നാഹറു, അതേത് കിസ്മല്ല, ഹസന് സാധാ പറഞ്ഞ ഹസനല്ല, ഹസനിൽ നിന്നുള്ള വേറൊരു കിസ്മാണ്. അപ്പോൾ മൂപ്പർക്ക് ഹസൻ രണ്ടെണ്ണം ഉണ്ട്. ഇമാം തുർമുദിക്ക് രണ്ട് ഹസനുണ്ട്. കസർത്തുർക്കുള്ള ഹസനും ഉണ്ട്, അല്ലാത്ത ഹസനും ഉണ്ട്. ആ വകാല ബാലുഹും, ചില ആളുകൾ പറഞ്ഞു, എന്തു പറഞ്ഞു, ഇന്നഹു ഇമാം തുർമുദി അശാറ വിദാലിക, അതോട് മുപ്പർ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇലഖ്തിലാഫി തുർക്കീൻ, ത്വരീഖുകൾ മുഖ്തലിഫാണെന്നതിലേക്ക്. എങ്ങനെ ബിയൻ ജാഫി ബാദി തുർക്കി ഖരീബൻ വഫി ബാദിഹാ ഹസനൻ. ചിലർ ന്യായീകരിച്ച് എങ്ങനെയാണ്, ഇമാം തുർമുദിക്ക് ഇത് തൊല തരീഖിലൂടെ ഖരീബായിട്ടും കിട്ടിയിരിക്കണ്, ചില തരീഖിലൂടെ ഹസനായിട്ടും കിട്ടിയിരിക്കണ്. എങ്ങനെ ത്വരീഖിൽ ധാരാളം ആളുള്ളതായിട്ട് അങ്ങനെ കിട്ടിയിരിക്കണ്, ചില ത്വരീഖിലൂടെ ഓരോരോ ആൾ അങ്ങനെയും കിട്ടിയിരിക്കണ് എന്നർത്ഥം എനിക്കാണത്. പിന്നെ വക്കീലാഞ്ഞ് മൂന്നാമത്തെ ന്യായ അൽ വാവു ആന ഔ, മുഖദ്ദറായ വാവ് ഔൻ്റെ മാനാക്കാണ്. ഇവിടെ മുഖദ്ദറായ വാവ് ഹസനുൻ വ ഖരീബുൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഹസനുൻ ഖരീബുൻ സഹീഹുൻ എന്ന് പറഞ്ഞാൽ ഹസനുൻ അല്ല, ഹസനുൻ ഖരീബുൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥം, ഹസനുൻ വ ഖരീബുൻ എന്നല്ല അർത്ഥം. ആ വാവ് അതിൻ്റെ മാനാക്കാണ്, ഔൻ്റെ മാനാക്കാണ്. അപ്പം മൂപ്പർക്ക് ഹസനാണ് അല്ലെങ്കിൽ ഖരീബാണ് എന്നാ മാന. അതാ മുഖദ്ദറായ വാവിന് ഔൻ്റെ മാനാക്കാണ് അർത്ഥം വെക്കണേ ഞാൻ. ഔ ബി അന്നഹു യശുക്കു, അല്ലെങ്കിൽ മൂപ്പർക്ക് ശക്ക് ഉണ്ട് എന്ന് അർത്ഥം. ഹസനാണോ ഖരീബ, ബി മാന ഔൻ്റെ മാനാക്കാണ്. എന്തുകൊണ്ട് അവൻ്റെ കിടണെന്ന് അറിയോ, ബി അന്നഹു യശുക്കു, മൂപ്പർക്ക് ശക്കുണ്ട്. ഏത് പഠിച്ചോനെ ഹസനാണോ ഖരീബാണോ. പിന്നെ തറദ്ദു, മൂപ്പര് കൺഫ്യൂഷൻ ആകുക, മുതറദ്ദിദാകുകയാണ് ബി അന്നഹു ഖരീബുൻ ഔ ഹസനുൻ, രണ്ടൊന്നും തന്നെ കേട്ടോ. പിന്നെ ഈ അരിമാരിഫി ജസ്മൻ, മൂപ്പര് ഉറപ്പില്ലാത്തതിന് വേണ്ടി. ജസ്മില്ല എന്താണ്, ഉറപ്പില്ലാത്തതുകൊണ്ട്. വക്കീല, ഇനി അടുത്ത ലാസ്റ്റത്തെ ഒരഭിപ്രായം. പിന്നെ അൽ മുറാദ് ബിൽ ഹസനി ഹാഹുന ലൈസ മാനാഹുൽ ഇസ്തിലാഹിയ, ഇവിടെ ഹസന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഇസ്തിലാഹിയ മാനയല്ല. മൂപ്പരേ സാധാരണ ഹസൻ ഇതൊക്കെ ഇസ്തിലാഹിയ വാക്കാണല്ലോ. ഏത് മുദറജ് മുത്തറബ് മുങ്കത്തി ഇതൊക്കെ ഇസ്തിലാഹിയ വാക്കാണല്ലോ. ഇത് മാത്രം ഇസ്തിലാഹി അല്ല. പിന്നെയോ ബൽ മാ ലോവിയു, ലോവിയ മാനയാണ് മുറാദ്. ബിമാന മാ എലി എമീലു ഇലൈഹി ത്വബഉ, പ്രകൃതി ഏതിലേക്ക് ചോയുന്നുവോ അങ്ങനത്തെ ഒന്ന് സാറുള്ളത്, നല്ലത്, ഇഷ്ടപ്പെട്ടത് എന്നർത്ഥാണ് ഇവിടെ. ഹസനുൻ ഖരീബുൻ സാധനം അല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ട സനദുമാണ്, അതോടുകൂടി ഖരീബുൻ സാധനം ഖരീബുമാണ്. അപ്പോൾ ഹസനിൻ്റെ ഏത് മാനയല്ല, ഇസ്തിലാഹിയ മാനയല്ല, പിന്നെ ഏത് മാനയാണ്, ലോവിയ മാനയാണ്. വാദൽ കൗലു, ഈ ലാസ്റ്റ് പറഞ്ഞ ന്യായീകരണം ബൈദുൻ ജിദ്ദൻ, വളരെ വിദൂരാണ്, ഒപ്പിച്ചാൽ തന്നെ ഉള്ളൂ. ഇനി അടുത്ത ഫസ്ൽ.